അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1343, സൂറത്ത് യൂനുസ് 71 മുതൽ 74 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واتل عليهم نبأ نوح إذ قال لقومه يا قوم إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فاجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم اقضوا إلي ولا تنظرون. فإن توليتم فما سألتكم من أجر إن أجري إلا على الله وأمرت أن أكون من المسلمين. فكذبوه فنجيناه ومن معه في الفلك وجعلناهم خلائف وأغرقنا الذين كذبوا بآياتنا فانظر كيف كان عاقبة المنذرين. ثم بعثنا من بعده رسلا إلى قومهم فجاءوهم بالبينات فما كانوا ليؤمنوا بما كذبوا به من قبل كذلك نطبع على قلوب المعتدين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. വത്ലു അലൈഹിം, നബിയെ അവർക്ക് തങ്ങൾ ഓതിക്കൊടുക്കുക, നബഅ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. ഇദ് ഖാല ലിഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കാന കബുറ അലൈക്കും മഖാമി, എന്റെ സാന്നിധ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നുവെങ്കിൽ, ഭാരമായി തോന്നുന്നുവെങ്കിൽ, വതദ്കീരി ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ ഉത്ബോധനവും നിങ്ങൾക്കൊരു ഭാരമായി, ഞാനൊരു ശല്യമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്നർത്ഥം. ഫഅലല്ലാഹി തവക്കൽതു, ഞാൻ അള്ളാഹുവിന്റെ മേലിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫാജിമിഉ അംറക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ശുറക്കാഉക്കും, നിങ്ങളുടെ പങ്കാളികളും, ഫാജിമിഉ അംറക്കും, നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ തീരുമാനിച്ചുറപ്പിക്കുക. ശുറക്കാവുക്കും, നിങ്ങൾ പങ്കാളികളാക്കിയവരും കൂടി തീരുമാനിച്ചുറപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എന്നെ എന്തു ചെയ്യണമെന്നാണോ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ തീരുമാനങ്ങൾ എടുത്തോളൂ. സുമ്മലായക്കുൻ അമ്രുക്കും അലൈക്കും ഉമ്മ, പിന്നീട് നിങ്ങൾക്ക് ഒരു അവ്യക്തതയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകരുത്. മനസ്സിലായോ? എന്തൊക്കെ ചെയ്യണം എന്നെ എന്നതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തോളൂ, നല്ല ക്ലിയർ ആയിട്ടുള്ള തീരുമാനം എടുത്തോളൂ. സുമ്മഖ്ലു ഇലയ്യ, അങ്ങനെ തീരുമാനമെടുത്തിട്ട് എന്റെ നേരെ നിങ്ങൾ ആ തീരുമാനം നടപ്പിൽ വരുത്തൂ. വലാ തുൻളിറൂൻ, എനിക്ക് നിങ്ങൾ ഇടതരികയേ വേണ്ട, സാവകാശം തരികയേ വേണ്ട എന്ന് മഹാനരായ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞ സന്ദർഭം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തങ്ങളുടെ നാട്ടുകാർക്ക് ഓതിക്കൊടുക്കുക നബിയെ. നൂഹ് നബി അലൈഹിസ്സലാം തുടർന്ന് പറഞ്ഞു, ഫൈൻ തവല്ലൈത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് എന്റെ ഈ ഉത്ബോധനം കേട്ടിട്ട് അത് സ്വീകരിക്കാതെ നിങ്ങൾ മാറിപ്പോവുകയാണെങ്കിൽ, ഫമാ സഅൽതുക്കും മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോട് അതിന് കൂലിയൊന്നും ചോദിച്ചില്ലല്ലോ. ഇൻ അജ്രിയ ഇല്ലാ അലല്ലാ, എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെടണമെന്നാണ് എന്നോട് കൽപ്പനയുള്ളത്. ഞാൻ അതനുസരിച്ച് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞു. അതായത് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരലും വരാതിരിക്കലും ഒക്കെ നിങ്ങളെ ഇഷ്ടം, ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കി എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു.
ഫകദ്ദബൂഹു, അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ ആ ജനത നിഷേധിച്ചു, കളവാക്കി. ഫനജ്ജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കി, അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും തന്റെ കൂടെയുള്ള വിശ്വാസികളെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. വജഅൽനാഹും ഖലായിഫ, അവരെ നാം ജനങ്ങൾക്ക് പ്രതിനിധികളാക്കുകയും ചെയ്തു, പിൻഗാമികളാക്കുകയും ചെയ്തു. അഗറഖനല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരെ നാം മുക്കിക്കൊന്നു. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ, താക്കീത് നൽകപ്പെട്ട വിഭാഗത്തിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് തങ്ങൾ നോക്കുക. സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി റുസുലൻ, പിന്നീട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ശേഷവും നാം ദൂതന്മാരെ നിയോഗിച്ചു. ഇലാ ഖൗമിഹിം, അവരുടെ ജനതയിലേക്ക്. ഫജാഊഹും ബിൽ ബയ്യിനാത്തി, അങ്ങനെ ആ ദൂതന്മാർ തെളിവുകളുമായി ആ ജനതയുടെ അടുത്ത് വന്നു. ഫമാ കാനൂ ലിയുഅ്മിനൂ ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബൽ, മുമ്പ് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ജനങ്ങൾ നിഷേധിച്ചു തള്ളിയതിനെ വിശ്വസിക്കുന്നവരായില്ല ആ ജനതയും. കദാലിക നത്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ, അതിക്രമകാരികളുടെ എല്ലാം ഹൃദയത്തിന്റെ മേലിൽ ഇவ்விதം നാം സീലടിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്: ഒന്ന്, പ്രബോധന രംഗത്ത് കൈപ്പേറിയ ദുരനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇவ்விதം സംസാരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ മുതൽ ഇങ്ങോട്ടാണ് എന്തു വരുന്നത്? പ്രവാചകന്മാരുടെ ഉത്ബോധനത്തിന് വിരുദ്ധം പ്രവർത്തിക്കുന്ന ജനങ്ങളെ സമുദ്ധാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നബിമാര് വരുന്നത്. അതിനു മുമ്പ് നബിമാരുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാം മുതൽക്ക് ഇങ്ങോട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം വരെയും നബിമാര് ധാരാളം ഉണ്ട്. പക്ഷെ ആ നബിമാരൊക്കെ വരുമ്പോൾ ആ നബിമാർ പറയുന്നത് എന്തും അങ്ങനെ തന്നെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും മനസ്സു പാകപ്പെട്ട ജനതയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. എന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലമാകുമ്പോഴേക്ക് വഴികേടിന് വലിയ സ്ഥാനമുണ്ടാവുകയും ബിംബാരാധന നാട്ടിൽ പ്രചുരപ്രചാരം നേടുകയും ചെയ്തു. അങ്ങനെ ബിംബാരാധന നാട്ടിൽ പ്രചുരപ്രചാരം നേടിയപ്പോൾ പ്രവാചകന്റെ ഉത്ബോധനത്തിനും ഉപദേശത്തിനും ചെവി കൊടുക്കാത്ത നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം നന്നായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ആ കാലത്താണ് തെറ്റായ ചിന്താഗതികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള സമുദ്ധാരണ പ്രവർത്തനങ്ങളുമായി നൂഹ് നബി അലൈഹി ഇസ്ലാം കടന്നുവരുന്നത്. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രചണ്ഡമായ പ്രചരണവും പ്രബോധന രംഗത്ത് അവിശ്രമമുള്ള മുന്നേറ്റവും നിരന്തരം തുടർന്നു. പക്ഷെ റിസൾട്ട് കാര്യമായിട്ടൊന്നും പലപ്പോഴും ഉണ്ടായില്ല. ജനങ്ങൾ തികച്ചും ഒരു നെഗറ്റീവ് അപ്രോച്ചിന്റെ വല്ലാത്തൊരു ശൈലി പ്രകടിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ് അവരുടെ വഴികേടിലും അതേപോലെ വിവരക്കേടിലും. എത്രത്തോളം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ഒരു ഘട്ടം പിന്നിടുമ്പോൾ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. സൂറത്തു നൂഹിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം തന്നെ അള്ളാഹുവിനോട് പറയാണ്, പഠിച്ചോനെ, എന്റെ ജനങ്ങൾ അവര് കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അവരെ ഞാൻ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോഴെല്ലാം ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം, അവരവരുടെ വിരൽത്തലകൾ ചെവിയിൽ വെച്ചുകൊണ്ട് എന്റെ ഉത്ബോധനം കേൾക്കാതിരിക്കാൻ പണിയെടുക്കുന്നു. അല്ലാഹുവേ, നോക്കൂ, പറയുന്നത് കേട്ടിട്ട് അനുസരിച്ചാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ളൊരു മര്യാദ ഉണ്ടല്ലോ, ആ മര്യാദ പോലും പാലിക്കാതിരിക്കാൻ എന്നെ കാണുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ചെവിയിൽ വിരൽ വെക്കുന്നു അവർ. അതോടൊപ്പം തന്നെ വസ്തകശൗസിയാവഹും, അവർ അവരുടെ വസ്ത്രം കൊണ്ട് തല മൂടിയിട്ട് മുണ്ടിട്ട് തലയിലൂടെ മുണ്ടിട്ട് അവർ എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. എന്റെ ഉത്ബോധനം കേൾക്കാതിരിക്കാൻ അവരെന്ത് ചെയ്യുന്നു? ഞാൻ വരുന്നിടത്തുനിന്ന് തലയിൽ മുണ്ടിട്ട് മാറിപ്പോകുന്നു. ഇനി എന്റെ മുന്നിൽ ഒരാൾ വന്നുപെട്ടാൽ ആ വന്നുപെട്ടവൻ തന്നെ ഞാൻ വല്ലതും സംസാരിക്കുമ്പോൾ അത് കേട്ട് നന്നായേക്കുമോ എന്ന ഭയം കൊണ്ട് അവന്റെ വിരല് ചെവിയിലിട്ട് ആ എന്റെ സംസാരം കേൾക്കാതിരിക്കാൻ വേണ്ടി പണിയെടുക്കുന്നു. അസറു വസ്തക്ക് പൊറുസ്തിക്കുമാറ, അവരാ വഴികേടിൽ തന്നെ നിലയുറപ്പിക്കുകയും അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളായി മാറുകയും ചെയ്തിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നുണ്ട്. സൂറത്ത് നൂഹിൽ ഈ സംഭവം നമുക്ക് കാണാം. അപ്പൊ ഇவ்விதം പ്രബോധനത്തിന്റെ ഘട്ടത്തിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള ജനങ്ങളുടെ അങ്ങേയറ്റത്തിൽ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനങ്ങൾ വർദ്ധിച്ചു വന്നപ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം അവരോട് പറയുന്ന വളരെ ദൃഢമായിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്
ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതാണ് വത്ലു അലൈഹിം നബിയെ തങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കൂ നബഅ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വൃത്താന്തം, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ. മക്ക മുശ്രിക്കിന് തങ്ങളെ നിഷേധിക്കുകയും അതേപോലെ തങ്ങളുടെ കൽപ്പനയ്ക്ക് എതിരെ നിൽക്കുകയും ചെയ്യുന്ന മക്കത്തെ മുശ്രിക്കിനോട് തങ്ങൾ നബിയെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ സംഭവം പറഞ്ഞു കൊടുക്കൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയുടെ സംഭവം എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം ഇദ് ഖാല ലിഖൗമിഹി, തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇൻ കാന കബുറ അലൈക്കും മഖാമി വതദ്കീരി ബിആയാത്തില്ലാഹ്, എന്റെ സാന്നിധ്യവും അതേപോലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഞാൻ ഉത്ബോധനം നൽകുന്നതും നിങ്ങൾക്ക് ഭാരമായിട്ടുണ്ടെങ്കിൽ, അതായത് ഇയാളൊരു ശല്യമായല്ലോ എന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഫഅലല്ലാഹി തവക്കൽതു, ഞാൻ അള്ളാഹുവിന്റെ മേലിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു, എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പടച്ചോന് വിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഫാജ്മിഉ അംറക്കും വശുറക്കാഅക്കും, നിങ്ങളുടെ കാര്യത്തെയും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടാളികളെയും കൂട്ടി നിങ്ങൾ നിങ്ങളുടെ കാര്യം തീരുമാനിക്കുക. നിങ്ങളെ ദൈവങ്ങളെന്ന് പറഞ്ഞ കുറെ ആളുകളുണ്ടല്ലോ, കുറെ ദൈവങ്ങൾ, ആ ദൈവങ്ങളെയും കൂട്ടി നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുത്തോളൂ എനിക്കെതിരെ. ആ തീരുമാനം നിങ്ങൾ എനിക്കെതിരെ എടുക്കുമ്പോൾ സുമ്മലായക്കുൻ അമ്രുക്കും അലൈക്കും ഉമ്മ, നിങ്ങളുടെ കാര്യം നിങ്ങളുടെ മേലിൽ ഒരു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. അതായത് വ്യക്തമായ തീരുമാനം നിങ്ങൾ എനിക്കെതിരെ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ എടുത്തോളൂ. സുമ്മഖ്ലു ഇലയ്യ, എന്നിട്ട് എന്നിലേക്ക് ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കിക്കോളൂ. വലാ തുള്ളുറൂൻ, എനിക്ക് നിങ്ങൾ സാവകാശം തരണ്ട. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രബോധനത്തിന് പുറംതിരിഞ്ഞു നിന്ന ആളുകളോട് ക്ഷമയുടെ നെല്ലിപ്പടി കാണുന്ന സാഹചര്യമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്, ഓ ജനങ്ങളെ, എന്റെ സാന്നിധ്യവും എന്റെ ഉത്ബോധനവും നിങ്ങൾക്ക് ശല്യമായി തോന്നുന്നുണ്ടെങ്കിൽ, എനിക്കെതിരെ നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാച്ചെങ്കിൽ ആ തീരുമാനം നിങ്ങൾ എടുത്തോളൂ. എത്ര പ്രകോപനപരമായ തീരുമാനമാണെങ്കിലും ആ തീരുമാനത്തിൽ വ്യക്തതയോടെ നിങ്ങൾ തീരുമാനത്തിലെത്തിക്കോളൂ. എന്നിട്ട് ആ തീരുമാനം എന്റെ വിഷയത്തിൽ നിങ്ങൾ നടപ്പാക്കുകയും ചെയ്തോളൂ. ഞാൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല, ഞാനെല്ലാം അല്ലാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്റെ കാര്യം എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് പറഞ്ഞു. ഈ വാർത്ത, ഈ സമയത്തുണ്ടായ സംഭവങ്ങൾ നബിയെ തങ്ങൾ മക്കത്തെ മുശ്രിക്കിന് ഓതിക്കൊടുക്കണം എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഇന്നീ ലാ ഉബാലി, ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും, എനിക്കെതിരെ നിങ്ങൾ എന്ത് നിലപാടെടുത്താലും, എന്നെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാലും ഞാൻ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും ചേർന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റാച്ചെങ്കിൽ പറ്റുന്നത് നിങ്ങൾ ചെയ്തോളൂ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം ഒന്നുകൂടി തീർത്തു പറയാണ്. എന്താണ്? നിങ്ങൾ സത്യമാണ് പറയുന്നത് എന്ന നിലപാട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്കിതിനുള്ള നിലപാട് ആ തീരുമാനങ്ങൾ നടപ്പാക്കിക്കോളൂ. വല തുള്ളുറൂൻ, എനിക്ക് നിങ്ങൾ അവകാശം തരണ്ട. നിങ്ങൾക്ക് പറ്റണ നേരത്തെ നിങ്ങൾ ചെയ്തോളൂ. കുറച്ചു ദിവസം കൊണ്ട് കാത്തിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ നിൽക്കണമെന്നില്ല. എനിക്ക് നിങ്ങളെ തീരുമാനങ്ങളിലും പേടിയില്ല. നിങ്ങൾ എന്തു ചെയ്താലും എനിക്കതൊരു വിഷയമല്ല. കാരണം എന്താ, ഞാൻ ബഹുമാനപ്പെട്ട റബ്ബിൽ നാഥനിൽ ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നു, അവന് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ആ സമയത്തുണ്ടായ കാര്യം നബിയെ തങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറയുന്നത്. എന്നിട്ടോ ഫൈൻ തവല്ലൈത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞൊന്നും സ്വീകരിക്കാതെ നിഷേധത്തിന്റെ സ്വഭാവത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ പോകാൻ നിങ്ങൾക്ക് യാതൊരു ന്യായമല്ല. കാരണം എന്താ, ഫമാസാൽതുക്കും മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോടൊരു കൂലിയും ചോദിച്ചിട്ടില്ലല്ലോ. ഈ പ്രബോധനം നടത്തുന്നതിന് നിങ്ങളെയൊക്കെ ഞാൻ ഫീസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഫീസ് തരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുങ്ങിയെടുക്കാന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം നിങ്ങൾക്ക് എന്താ, എനിക്ക് ഫീസ് തരാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് സ്വീകരിക്കൂല എന്ന് പറയാം. പക്ഷെ ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് എന്റെ ഈ ഉപദേശത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രതിഫലം നിങ്ങൾ എനിക്ക് തരണമെന്ന് ആവശ്യപ്പെടുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നിൽ നിന്ന് അകന്നു പോകുന്നത്? ഞാൻ ഈ പറയുന്ന ഇത്രയും ഋജുവായ വഴി, ഇത്രയും കൃത്യമായിട്ടുള്ള റൂട്ട്, ആ റൂട്ട് നിങ്ങൾ എന്തിന് ഒഴിവാക്കണം? ഇന്നജ്രിയ ഇല്ലാ അലല്ലാഹ്, എന്റെ കൂലി അള്ളാഹുവിന്റെ മേലിൽ മാത്രമാണ്. അഥവാ ഞാൻ ഈ പ്രബോധനത്തിന് പഠിച്ചവനിൽ നിന്ന് മാത്രമാണ് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത്. വഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാവണം എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്നോട് കൽപ്പനയുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുകയാണ്. ഞാൻ മുസ്ലിമാവുകയാണ്. ഞാൻ മുസ്ലിമാണ്. അള്ളാഹുവിന്റെ
മതപരമായ കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം, വൽ ഇസ്ലാമു ഹുവ ദീനു ജമീഇൽ അംബിയാഇ മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം. ഇസ്ലാം എന്ന് പറയുന്നത് നബിമാരുടെ മുഴുവനും ദീനാണ്, മതമാണ്. ആദ്യകാലത്തുള്ള നബിമാര് മുതൽ അവസാനത്തിൽ വന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എല്ലാ നബിമാരുടെയും ദീന് ഇസ്ലാമാണ്. ആ ഇസ്ലാമാകണമെന്ന് അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്. പക്ഷെ ദീൻ ഒന്നാകുന്നതോടൊപ്പം തന്നെ വൈൻ തനവ്വഅത് ശറാഇഉഹും വതഅദ്ദദത് മനാഹിലുഹും, അവരുടെയൊക്കെ മതനിയമങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ടുള്ള ശൈലികളുണ്ടായിരുന്നു. ആ സമൂഹത്തിലെ പല നിയമങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ടാവില്ല, നമുക്കുള്ള പല നിയമങ്ങളും അവർക്കുണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ നിയമങ്ങളായിരിക്കും അവർക്ക്. എന്നാലും അടിസ്ഥാനം എല്ലാവരുടേതും ഒന്നു തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഖേന അവിടെ നൂഹ് നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെട്ടവനാവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എല്ലാ നബിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദീനിന്റെ പേര് ഇസ്ലാം എന്നു തന്നെയാണ്. ബഹുമാനപ്പെട്ട പണ്ഡിതൻ നബിമാര് മുഴുവനും അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമിർതു അൻ അകൂന മിനൽ മുസ്ലിമീൻ എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതുപോലെ ധാരാളം പ്രവാചകന്മാർ പറഞ്ഞത് ഖുർആനിലുണ്ട്. ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഉണ്ടോ? ഞാൻ അള്ളാഹുവിന് വേണ്ടി മുസ്ലിം ആയിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയാണ്. അതേപോലെ വസ്സാബിഹ ഇബ്രാഹിമു ബനീഹി വയാഖൂബ് യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സൂറത്തുൽ ബഖറയുടെ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും ഒക്കെ അവരുടെ സന്താന പരമ്പരയോട് മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം സൂറത്ത് യൂസുഫിൽ കാണാം. 101-ാമത്തെ ആയത്ത്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. അതേപോലെ എല്ലാ നബിമാരും പറഞ്ഞു, ഇൻ കുന്തും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു ഇൻ കുന്തും മുസ്ലിമീൻ. മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രഖ്യാപനം അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യൂനുസിന്റെ 84-ാമത്തെ ആയത്തിൽ. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി ഇസ്ലാമിനെ എതിർക്കാമെന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സാഹിരീങ്ങൾ അവര് പറഞ്ഞത് ഖുർആനിൽ കാണാം, റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അപ്പൊ എല്ലാ നബിമാരും ഇവിടെ പ്രബോധനം ചെയ്ത ആശയത്തിന്റെ ചുരുക്കം ഇസ്ലാം തന്നെയാണ്. അതുകൊണ്ട് ആ ഇസ്ലാമിൽ നിൽക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ പണിയായിട്ട് മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് പിടിക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റണത് നിങ്ങൾ വ്യക്തതയോടെ തീരുമാനമെടുത്തോളൂ. അതിന് നിങ്ങളുടെ ദൈവങ്ങളായിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തണം, ദൈവങ്ങളെയും വിളിച്ചോളൂ. എല്ലാവരും കൂടെ കൂടിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം, അതിൽ അവ്യക്തതല്ലാത്തൊരു തീരുമാനം നിങ്ങൾ എടുത്തോളൂ എന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു. വാസ്തവത്തിൽ ഇത്രയും കോൺഫിഡൻസോടുകൂടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാം ഒരു കാര്യം പറയുമ്പോൾ വീണ്ടും വിചാരം അവർക്ക് ഉണ്ടാകേണ്ടതാണ്. ഇത് ശരിയായ ഒരു പ്രവാചകൻ, കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിക്കുന്ന ആളിൽ നിന്ന് ഉണ്ടാകുന്ന നല്ല ആണത്തത്തോടുകൂടിയുള്ള പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകനെതിരിൽ നമ്മൾ നീങ്ങുന്നത് ബുദ്ധിയല്ല എന്നായിരുന്നു വാസ്തവത്തിൽ അവർ മനസ്സിലാക്കേണ്ടിയിരുന്നത്. അതിന് പകരം ആ ജനത എന്തു ചെയ്തു? ഫകദ്ദബൂഹു, അവര് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ചു, കളവാക്കി. ഫനജ്ജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കി, അപ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും തന്റെ കൂടെയുള്ള വിശ്വാസികളെയും നാം കപ്പലിൽ രക്ഷപ്പെടുത്തി. ഖുർആൻ പലയിടത്തും ആ കഥ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആ കപ്പലിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമും വിശ്വാസികളും കയറി. അതേപോലെ എല്ലാ ജീവികളിൽ നിന്നും അതേപോലെ തന്നെ എല്ലാ സസ്യങ്ങളടക്കമുള്ള എല്ലാത്തിൽ നിന്നുള്ള ഇണകളെ കപ്പലിൽ കയറ്റി. എന്നിട്ട് അല്ലാഹു തആല തൂഫാൻ ജലപ്രളയമുണ്ടാക്കി. അങ്ങനെ നൂഹ് നബിയും അതേപോലെ തന്നെ വിശ്വാസികളും രക്ഷപ്പെട്ടു. എന്നാൽ വജഅൽനാഹും ഖലായിഫ, അങ്ങനെ ആ നൂഹ് നബിന്റെ കൂടെയുള്ള ജനതയെ നാം അവരുടെ പിൻഗാമികളാക്കി. ബാക്കിയുള്ള ആളുകളൊക്കെ പിന്നെ വഗറഖനല്ലദീന കദ്ദബൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആളുകളെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. അവർ തൂഫാൻ ജലപ്രളയത്തിൽ മുങ്ങിപ്പോയി. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുൻദരീൻ. താക്കീത് നൽകപ്പെട്ട ആളുകളുടെ അവസാനം
എങ്ങനെയായിരുന്നു എന്ന് നോക്കൂ നബിയെ. അപ്പോ ഈ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തെ ജനത നൂഹ് നബിക്ക് എതിരിൽ നിന്നപ്പോൾ അല്ലാഹു തആല അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ശിക്ഷ ഇറക്കി അവരെ നശിപ്പിച്ചു. ആ കാര്യം തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുക എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു സുമ്മ ബഅസ്നാ മിൻ ബഅദിഹി റുസുലൻ, പിന്നീട് നൂഹ് നബിക്ക് ശേഷവും നാം ധാരാളം ദൂതന്മാരെ നിയോഗിച്ചു ഇലാ ഖൗമിഹിം, അവരുടെ ജനതയിലേക്ക്, ഫജാഊഹും ബിൽ ബയ്യിനാത്തി, എന്നിട്ട് ആ നബിമാരൊക്കെ അവരുടെ ജനതയുടെ അടുത്തേക്ക് തെളിവുകളുമായി വന്നു. ഫമാ കാനൂ ലിയുഅ്മിനൂ ബിമാ കദ്ദബൂ ബിഹി മിൻ ഖബൽ, മുമ്പ് നിഷേധിച്ച് അവർ തള്ളിയതിനെ ഇവർ വിശ്വസിക്കുന്നവരായില്ല. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അവർ അള്ളാഹുവിന്റെ റസൂലായിരുന്ന ആ നൂഹ് നബിന്റെ പ്രബോധനത്തെ ധിക്കരിച്ചപ്പോൾ അവർക്ക് അള്ളാഹു കടുത്ത ശിക്ഷ കൊടുത്തു. എന്നാൽ ആ ശിക്ഷ കിട്ടിയതിനു ശേഷം പിന്നീട് വന്ന ജനതയിലും എന്തുണ്ടായി? അതേപോലത്തെ നിഷേധികളുണ്ടായി. അപ്പൊ നൂഹ് നബിന്റെ കാലത്തുണ്ടായ ശിക്ഷയുടെ സംഭവങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനും നിങ്ങൾ വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് പറയാനും അള്ളാഹു വീണ്ടും ദൂതന്മാരെ നിയോഗിച്ചു. പക്ഷേ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ നിഷേധികളുടെ ശിക്ഷയുടെ സാമ്പിളുകളെ കുറിച്ച് വിവരം കൊടുത്തിട്ടും അവരത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവരും അതിനെ നിഷേധിച്ചു. കദാലിക നസ്ബഉ അലാ ഖുലൂബിൽ മുഅ്തദീൻ, അതിക്രമികളുടെ ഹൃദയത്തിന്റെ മേലിൽ ഇപ്രകാരമാണ് നാം സീൽ വെക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യം മനസ്സിലേക്ക് കയറാൻ പറ്റാത്ത വിധം അവരാകെ എന്തായിരിക്കുന്നു? മുദ്രവെക്കപ്പെട്ട അവസ്ഥയിലായി മാറിയിരിക്കുന്നു, നിഷേധത്തിന്റെ ആൾരൂപങ്ങളായി മാറിയതുകൊണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രവാചകാധ്യാപനങ്ങളെ നന്നായി ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ഒരു നല്ല വിശ്വാസിയുടെ എല്ലാ സ്വഭാവങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.